ഹായ് ഓൾ. എങ്ങനെയാണ് ഒരു NRIക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു NRIക്ക് വേണ്ടത് NRE അക്കൗണ്ടാണ്. ഈ NRE അക്കൗണ്ടിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് എമൗണ്ടിൽ ഏത് കറൻസിയിൽ വേണമെങ്കിലും നമ്മൾ എമൗണ്ട് റെമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് റുപ്പി ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്തു. പിന്നെ ഈ NRE അക്കൗണ്ടിൽ എന്ത് ലാഭം വന്നാലും, അതായത് ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, അതോ ഏതെങ്കിലും ഒരു ഇക്വിറ്റിയിൽ നിന്ന് കിട്ടുന്ന ലാഭം ആയിക്കോട്ടെ, അത് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം താമസിക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ചിലവാക്കാം. അതാണ് ഈ NRE അക്കൗണ്ടിന്റെ ഗുണം. ഒരു NRE അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം അഥവാ PIS അപ്രൂവൽ RBIയുടെ നിന്ന് വാങ്ങിക്കണം. ഇത് നിങ്ങളുടെ ബാങ്ക് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരും. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രോക്കറായിട്ട്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ബ്രോക്കറായിട്ട് ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാം. ഇത് മൂന്നും കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് മൂന്നാല് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഡീൽ ചെയ്യണ സെന്റേഴ്സ് ഉണ്ടാവും നമ്മുടെ രാജ്യത്ത് തന്നെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്സ് കൊടുക്കാം. ഇപ്പൊ SIP ആയിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്സ് ഒരു കറക്റ്റ് ഒരു എമൗണ്ട് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ടൈം ആവുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഡക്റ്റ് ആയിക്കോളും. ഈ ചെക്ക് അക്കൗണ്ട് പേ ചെക്കാണ്, ഇതിന്റെ നെയിം കൊടുക്കേണ്ടത് ആ മ്യൂച്വൽ ഫണ്ടിന്റെ പേരുമായിരിക്കും. ഇതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഇന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇത്രയും ടൈം കൂടുമ്പോൾ ഇത്ര എമൗണ്ട് പോകണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബാങ്കിൽ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന മിക്ക ബാങ്ക്സിനും അവർക്ക് സ്വന്തമായിട്ട് ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഉള്ള ഒരു വിങ് ഉണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്സിസ് ബാങ്കിന് ആക്സിസ് ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വിങ് ഉണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പൊ ഇവര് തന്നെ ഈ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്തോളും. അപ്പോൾ ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പിൽ നിന്നോ അല്ലോ ഇന്റർനെറ്റ് ബാങ്കിങ് നിന്നോ വല്ലോ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ബാങ്കിന്റെ ആപ്പ് തന്നെ ഈ എമൗണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തോളും. ഇതാണ് രണ്ടാമത്തെ വഴി. അപ്പൊ ഇപ്പൊ കാലം കൂടുന്തോറും പല മെത്തേഡും വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ വഴി എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രോക്കറിന്റെ വെബ്സൈറ്റിൽ കയറുക, എന്നിട്ട് ഏത് മ്യൂച്വൽ ഫണ്ടാണ് വാങ്ങിക്കേണ്ടതെന്ന് വാങ്ങിക്കുക, ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ക്വാർട്ടർലി ആണോ മന്ത്ലി ആണോ ഈ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു കാര്യം നോക്കുക, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എപ്പോഴും പൈസ ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് മൂന്ന് വഴികൾ. പിന്നെ ഒരു NRI ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടാക്സ് ഡിഡക്ഷന്റെ കാര്യമാണ്. സാധാരണ റെസിഡന്റ് ഇന്ത്യൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയല്ല, ഒരു NRI ഒരു സെൽ ട്രാൻസാക്ഷനോ അതോ ഒരു മ്യൂച്വൽ ഫണ്ട് ഓഫ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10% TDS അപ്പം തന്നെ കട്ടാവും. അത് റീഫണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് 2.5 lakh ആണ് ഇന്ത്യൻ ഇൻകം ടാക്സ് സ്ലാബ് വരുന്നത്. 2.5 lakhs താഴെയാണ് നമ്മുടെ ഏർണിങ്സ് എങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക. ഈ TDS സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഈ നമ്മുടെ ബ്രോക്കർ തരും. ഇതൊക്കെ കൂടെ കളക്ട് ചെയ്തിട്ട് TDS ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഫിനാൻഷ്യൽ ഇയർ നമുക്ക് ഇത് ടാക്സ് പിടിച്ചത് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു റെസിഡന്റ് ഇന്ത്യൻ ഇൻവെസ്റ്ററും NRI ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു NRIക്ക് ആണെങ്കിലും റെസിഡന്റ് ഇന്ത്യൻ ഇൻവെസ്റ്റർ ആയാലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 0 ആണ്. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു കൊല്ലത്തിൽ കൂടുതൽ കാലം കയ്യിൽ വെച്ചിട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് ലാഭം കിട്ടിയാലും അതിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. 0% ആണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഇൻകം ടാക്സ് വേറെ വരും, ഇൻകം ആയിട്ട് കാണിച്ചിട്ട് വരും. അപ്പോൾ ഈ ടാക്സ് നമ്മുടെ റെസിഡന്റ് ഇന്ത്യൻ ആണെങ്കിൽ ഇത് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു NRI ആയതുകൊണ്ട് എന്തായാലും റിട്ടേൺ ഫയൽ ചെയ്യണം. കാരണം അവരൊരു സെൽ ട്രാൻസാക്ഷൻ കൊടുക്കുമ്പോൾ 10% ഓൾറെഡി TDS കട്ടാവുന്നതാണ്. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഗവൺമെന്റും കുറെ ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് NRIസിനെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് കൊടുക്കണം. പാൻ കാർഡ് മാൻഡേറ്ററി അല്ല. പാൻ കാർഡ് 50,000 rupees വരെയുള്ള ഇൻവെസ്റ്റ്മെന്റിന് പാൻ കാർഡിന്റെ ആവശ്യമില്ല. പക്ഷേ പാൻ കാർഡ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. കാരണം ഇൻകം ടാക്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷനൊക്കെ ഈസിയാണ്.
പാൻ കാർഡ് ഇല്ലെങ്കിൽ വേറെ പല ഡോക്യുമെന്റ്സും കൊടുക്കണം. അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് പാൻ കാർഡ് വേണ്ടെങ്കിൽ കൊടുക്കാത്തത്. പക്ഷെ ഇതിനെയും കാട്ടി നല്ലത് പാൻ കാർഡ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.